ശാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി കാണുവാൻ സാധിച്ചതിൻ്റെ സന്തോഷമറിയിക്കുന്നു. നമ്മുടെ ഈ ഡെയിലി മിറർ എന്നുള്ള പരിചിന്തന വേള ഒരിക്കൽ കൂടി നമുക്ക് സമാഗതമായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മളെല്ലാം അലട്ടുന്ന ഒരു കാര്യമാണ് അച്ചടക്കമില്ലായ്മ. ഇതേക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായം 17-ാം വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം. അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്യതയുടെ വാഗ്ദാനമാണ്. അമർത്യത മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നു. അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജത്വം നൽകുന്നു. ജനതകളുടെ രാജാക്കന്മാരെ, നിങ്ങൾ സിംഹാസനവും ചെങ്കോലും അഭിലഷിക്കുന്നെങ്കിൽ ജ്ഞാനത്തെ ബഹുമാനിക്കുവിൻ. അപ്പോൾ നിങ്ങൾ എന്നേക്കും ഭരണം നടത്തും. അച്ചടക്കം അഥവാ ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷം, അതാണ് ഈ ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ ജ്ഞാനം നമുക്ക് ദീർഘായുസ്സ് നൽകും. ഈ ജ്ഞാനം നമുക്ക് രാജത്വം നൽകും. ഈ ജ്ഞാനം നമുക്ക് ആരോഗ്യം നൽകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ജ്ഞാനമെന്ന് പറയുന്നത് കേവലം പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഒരറിവിനെക്കുറിച്ച് മാത്രമല്ല. അതിലുപരിയായിട്ട് അറിവും വിവേകവും വിവേചനാബുദ്ധിയും കാര്യങ്ങൾ ചെയ്യാനുള്ള പാഠവും ഇതെല്ലാം ഒന്നിച്ചു ചേരുന്നതിനെയാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അത് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഈ ജ്ഞാനമുണ്ടെങ്കിലേ വികസനം സാധ്യമാകൂ. നമ്മുടെയൊക്കെ നാട് എടുത്തു നോക്കുക. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്? നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മാനുഷിക വിഭവങ്ങൾ, ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യത്തിലേറെയുണ്ട്. പ്രകൃതി വിഭവങ്ങൾ അതുമുണ്ട് നമുക്ക്. എത്രയോ വലിയ നദികൾ നമുക്കുണ്ട്. എന്തുമാത്രം ജലമുണ്ട്. നല്ല ബുദ്ധിയുള്ള എന്തുമാത്രം മനുഷ്യരുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഭവങ്ങളുടെ കുറവില്ല. നമ്മുടെ രാജ്യം ഇന്ത്യ ഇന്ന് ഈ ശൂന്യാകാശ ഗവേഷണ രംഗത്ത് മറ്റു പല രാജ്യങ്ങളുടെയും മുമ്പിലാണ്, വികസിത രാജ്യങ്ങളുടെ തന്നെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 30-40 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ശൂന്യാകാശത്തിലേക്ക് അയക്കുന്ന റോക്കറ്റുകൾ നമുക്കുണ്ട്. എത്രയോ വിജയകരമായിട്ട് അവയെ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നു. അതുപോലെ വലിയ പരീക്ഷണങ്ങൾ നടത്തി നമ്മുടെ രാജ്യം വിജയിച്ചിട്ടുണ്ട്. ചന്ദ്രനിലേക്ക് നമ്മൾ ആളെ വിടാനായിട്ട് ഒരുങ്ങുന്നു. നമ്മുടെ നാട് എല്ലാ കാര്യത്തിലും വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പൊതുജീവിതം എടുത്ത് നോക്കുക, ഒരു ക്രമവുമില്ലാത്ത ജീവിതമാണ്. എവിടെ ചെന്നാലും ഒരു തരം അച്ചടക്കമില്ലായ്മ. വചനം പറഞ്ഞത് ഈ ശിക്ഷണത്തോടുള്ള അച്ചടക്കത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ ആരംഭം. നമുക്ക് ഈ ജ്ഞാനം കിട്ടിയെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ചടക്കമുള്ള ഒരു ജീവിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അച്ചടക്കമില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ റോഡുകളിലേക്ക് നോക്കിയാൽ മതി. നിയമമൊക്കെ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിയമങ്ങളുള്ള നാട് നമ്മുടെ തന്നെയായിരിക്കും. അതേസമയത്ത് നിയമലംഘനത്തിൻ്റെ കാര്യത്തിലും
നമ്മൾ തന്നെയാണ് ഏറ്റവും മുമ്പിൽ. കൈക്കൂലി വാങ്ങിക്കരുത് നമുക്കറിയാം. പക്ഷേ കൈക്കൂലി വാങ്ങിക്കുന്നതിൽ നമ്മുടെ മുമ്പിൽ ഏതാനും ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. യാതൊരു തരത്തിലുള്ള വികസനവും കടന്നു ചെല്ലാത്ത ചില രാജ്യങ്ങൾ. അതിലൊക്കെ എത്രയോ പരിഷ്കൃത രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ഇവിടെ ഈ അഴിമതിയും അക്രമവും തന്നെ. നമ്മുടെ റോഡുകളിലൂടെയുള്ള വാഹന ഗതാഗതം ആരും ആരെയും മാനിക്കില്ല. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ 6ഉം 8ഉം ലെയിനുകളുള്ള ഹൈവേയിലൂടെ പോകുമ്പോൾ പുറകിലൊരാൾ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടിക്കാരനെ കടത്തി വിട്ടിട്ടേ പുറകിലുള്ള ആൾ കടന്നു പോവുകയുള്ളൂ. ഒരു സീബ്ര ലൈനിലേക്ക് നടന്നു പോകുന്ന ഒരാൾ ഒരു കാല് വെച്ചാൽ മതി, ആ വരുന്ന വണ്ടികളെല്ലാം അവിടെ നിർത്തിക്കൊടുക്കും. ആ വ്യക്തി കടന്നുപോയ ശേഷം മാത്രമേ വണ്ടികൾ പോവുകയുള്ളൂ. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പ്രത്യേകമായിട്ട് കുട്ടികളെ ഇറക്കുന്ന ബസ്സുകളൊക്കെ, സ്കൂൾ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ, അവരെ ഇറക്കുന്നുണ്ടെങ്കിൽ ആ ബസ്സിനെ മറികടന്ന് പോകാൻ പോലും അവരെ അനുവദിക്കാറില്ല, മറ്റ് ബസ്സുകളെ ഒന്നും. അപ്പോഴിങ്ങനെയുള്ള ഈ കാര്യങ്ങൾ അവർ വളരെ കൃത്യമായി പാലിക്കുന്നത് കൊണ്ടാണ് അവരുടെ രാജ്യങ്ങൾ ഇതുപോലെ വികസിക്കുന്നത്. അവിടെയെല്ലാം അപകടം കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ വളരെ അശ്രദ്ധമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നമ്മുടെ റോഡുകൾ നോക്കുക. ശാസ്ത്രീയമായി ഒരു ലോക നിലവാരത്തിൽ പണിത് എന്ന് പറയാൻ ഈ ഇന്ത്യയിൽ എവിടെയെങ്കിലും 1 കിലോമീറ്റർ റോഡെങ്കിലും ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധമുള്ള റോഡിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് നിയമം അനുസരിച്ചാണോ? അല്ല എന്ന് വേണം പറയാൻ. കാരണം എന്താണ്? തോന്നുന്ന രീതിയിൽ തോന്നുന്ന സ്ഥലത്തുകൂടി എല്ലാം നമ്മൾ വണ്ടി ഓടിക്കും. അതിൻ്റെ ഫലം എന്താണ്? എപ്പോഴും റോഡിൽ അപകടങ്ങൾ, റോഡിൽ വാഹന ഗതാഗത തടസ്സങ്ങൾ, അതിലൂടെ അനേകം നഷ്ടം. എന്തെല്ലാം തരത്തിലുള്ള നഷ്ടമാണ് വരുന്നത്. യാത്ര പോകേണ്ടവർക്ക് പോകാൻ പറ്റുന്നില്ല, ചികിത്സയ്ക്ക് പോകേണ്ടവർക്ക് ആശുപത്രിയിലെത്താൻ പറ്റുന്നില്ല, ചില രോഗികളൊക്കെ മരിച്ചു പോകുന്നു. നമുക്കറിയാം, ആംബുലൻസ് വരുമ്പോൾ അവർ സൈറനൊക്കെ ഇട്ടാണ് വരുന്നത്. അവർക്ക് കടന്നു പോകാൻ വഴിയുണ്ടെങ്കിലേ കടക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മളതെല്ലാം അടച്ച് പൂർണ്ണമായിട്ടും 2 ലൈനുള്ളിടത്ത് 4ഉം 6ഉം ലൈനുകളായി നമ്മൾ നിർത്തും. ആരെയും കടത്തി വിടാതെ. പറ്റുമെങ്കിൽ നമ്മൾ ഫുട്പാത്തിലും കയറ്റിയിടും. നമ്മുടെ പാർക്കിംഗ് രീതികൾ നോക്കുക. തോന്നുന്നിടത്തെല്ലാം നമ്മൾ നിർത്തും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ യാതൊരു സൗകര്യത്തെയും അസൗകര്യത്തെയും മാനിക്കാറുമില്ല. ഇതെല്ലാം നമ്മളുടെ ഈ അച്ചടക്കമില്ലാത്ത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെ എന്ത് പറ്റും? നമുക്ക് ജ്ഞാനം കിട്ടില്ല. ഈ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആ ജ്ഞാനം വാസ്തവത്തിൽ നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുമെന്നാണ് പറയുന്നത്. അച്ചടക്കമുണ്ടെങ്കിൽ മാത്രമേ ഈ ജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിങ്കിലേക്കും എത്താൻ പറ്റുകയുള്ളൂ. നമ്മുടെ പള്ളികൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് കേരളത്തിലെ പള്ളികൾ. മറ്റു സ്ഥലത്ത് ഞാൻ പറയുന്നില്ല. ഓശാന ഞായറാഴ്ച ഓല മേടിക്കാനായിട്ട് നമ്മുടെ ഇടി ഒന്ന് ലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ എന്താ കുഴപ്പം? എല്ലാവർക്കും ഓലയുണ്ടല്ലോ. എല്ലാവർക്കും ഓല കിട്ടിയ ശേഷമേ പ്രദക്ഷിണമൊക്കെ ആരംഭിക്കുകയുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മളത് ഇടി ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വിതരണം ചെയ്യുകയാണെങ്കിൽ 1000 കൈ ഒന്നിച്ചു വരും. നമുക്കെന്തുകൊണ്ടാണ് ഒരു ലൈൻ നിന്ന് അത് ചെയ്യാൻ പറ്റാത്തത്? അതുപോലെ തന്നെ നമ്മൾ ദുഃഖവെള്ളിയാഴ്ച കുരിശുരൂപം മുത്താൻ പോകുന്നു. അവിടെയും ഇടി നമ്മളുണ്ടാക്കുന്നു. കുമ്പസാരിക്കാൻ നിൽക്കുന്നിടത്ത് അവിടെയും ഉണ്ടാക്കുന്ന ഇടി. ബസ്സിൽ കയറാൻ പോകുന്നിടത്ത് അവിടെയും ഇടിച്ച് നമ്മൾ കയറും. മറ്റാരെയും നമ്മൾ പരിഗണിക്കില്ല. ഈ അച്ചടക്കമില്ലായ്മ നമ്മുടെ നാടിനെ നശിപ്പിക്കില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതേ സമയത്ത് എല്ലാവരും പരസ്പരം മാനിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ എത്രമാത്രം ശാന്തിയും സമാധാനം ഉണ്ടാകും? പല വഴക്കുകളുടെയും കാരണം നമുക്ക് ഈ അച്ചടക്കമില്ലാത്ത പ്രകൃതിയല്ലേ.
അച്ചടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് കേവലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്യാതെ വരുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ പള്ളിയിലൊക്കെ കണക്കെഴുതണം കൃത്യമായിട്ട്. ആ എഴുതുന്ന അല്ലെങ്കിൽ ചേർക്കുന്ന സംഖ്യകൾക്കെല്ലാം വരവിനും ചെലവിനുമെല്ലാം അനുബന്ധ രേഖകളുണ്ടാകണം. അതുപോലെ അത് പുസ്തകത്തിൽ എഴുതുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ ചേർത്തെഴുതണം. ഇതൊന്നും ചേർത്ത് എഴുതാതെ വരുമ്പോൾ എന്ത് പറ്റും? പിന്നീട് വരുന്ന പൊതുയോഗത്തിലും പ്രതിനിധി യോഗത്തിലെല്ലാം ചോദ്യങ്ങളും വഴക്കും അടിപിടിയുമൊക്കെ ഉണ്ടാകുന്നു. ഇതൊന്നും നമ്മുടെ ഇടവകളിൽ അത്ര പുതുമയൊന്നുമല്ല. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം എന്താണ്? ഈ അച്ചടക്കത്തോടുള്ള അഭിലാഷമില്ലാത്തതും തൽഫലമായി ജ്ഞാനം കിട്ടാത്തതും അതിൻ്റെ ഫലമായി ദൈവത്തെങ്കിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റാത്തതുമാണ്. നമ്മളിൽ തിന്മ നിറഞ്ഞു നിന്നാൽ പാപം നിറഞ്ഞ ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കുകയില്ല എന്ന് വചനം നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാപം നിറഞ്ഞ കപട ഹൃദയത്തിലേക്ക് ജ്ഞാനം ഒരിക്കലും കയറില്ല. എനിക്ക് മറ്റവനെ പറ്റിച്ചിട്ട് മറ്റവൻ്റെ മുമ്പേ പോകണം എന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ജ്ഞാനം കയറില്ല. ജ്ഞാനമില്ലെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനും പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളൊക്കെ തേടി നടക്കുന്നുണ്ടാകാം, ഒരുപാട് പള്ളികളിൽ പോകുന്നുണ്ടാകാം, തീർത്ഥകേന്ദ്രങ്ങളിൽ പോകുന്നുണ്ടാകാം. പക്ഷേ ഈ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ വന്നോ എന്നുള്ള ചോദ്യമുണ്ട്. നമ്മളെ ഈ ദുഃഖവെള്ളിയാഴ്ചകളിലൊക്കെ കുരിശുമായിട്ട് മല കയറാറുണ്ട്. ഈ കുരിശുമായിട്ട് മല കയറുമ്പോഴും അച്ചടക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? തിരികെ വരുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഈ അച്ചടക്കം പാലിക്കാൻ നമ്മൾ ഉണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സുഭാഷിതങ്ങളുടെ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും അവിടെയൊക്കെ എന്താണ് പറയുന്നതെന്ന്. അവിടെ പറയുന്നത് പിതാവിൻ്റെ ശാസനം നിഷേധിക്കുന്നവൻ അവൻ അവിവേകിയാണ്. മൂഢൻ ഈ ശാസനം നിഷേധിക്കും, അവനത് സ്വീകരിക്കില്ല. ജ്ഞാനമില്ലാത്തവർക്ക് ഒരിക്കലും ഇത് സ്വീകരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മക്കൾക്ക് നമ്മൾ ഈ ശിക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മുൻപൊക്കെ ആണെങ്കിൽ വീടുകളിൽ എപ്പോഴും മാതാപിതാക്കന്മാർ മക്കളെ തിരുത്തി കൊടുക്കും ഓരോ കാര്യത്തിന്. തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്യാതെ വരുമ്പോഴൊക്കെ തിരുത്തും. ഇപ്പോഴത്തെ ചോദ്യം എന്താണ്? അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? പല കുഴപ്പങ്ങളുണ്ട്. എല്ലാ കുഴപ്പങ്ങളുടെ അടിസ്ഥാനം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുഴപ്പങ്ങൾ വലുതായി വരുന്നതാണ്. ചുരുക്കത്തിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ അച്ചടക്കം ഉണ്ടാകണമെന്നർത്ഥം. നമ്മളെ ഒരുപാട് പേര് വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വിദേശത്ത് ചെല്ലുമ്പോഴറിയാം അവർ പലരും അവിടെ ജോലിയെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ മക്കളെ അവിടെ പഠിപ്പിക്കാൻ സാമ്പത്തികമായ ശേഷി ഇല്ലാത്തവരുണ്ട്. പക്ഷെ അവർ പോലും ഇന്ത്യയിലേക്ക് തിരികെ പോരാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഈ അച്ചടക്കമില്ലാത്ത ജീവിതത്തോട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മളുടെ എയർപോർട്ടുകൾ എടുത്ത് നോക്കുക. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള എത്രയോ എയർപോർട്ടുകളിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യയിലെ എയർപോർട്ടുകളിലേക്ക് കടന്നു വരുമ്പോഴത്തേനും ഇവിടുത്തെ ഈ അച്ചടക്കമില്ലായ്മ മനസ്സിലാകും. ഞാൻ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കോഴിക്കോടും എറണാകുളത്തുമൊക്കെ വന്ന് പ്ലെയിൻ ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ഈ പ്ലെയിൻ എന്ന് പറയുന്ന സാധനം അത് ആകാശത്തിലൂടെ വരുന്നതാണ്. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ താഴേക്ക് പോകും. അപ്പോൾ ഈ പൈലറ്റ് ഭൂമിയിലേക്ക്, എയർപോർട്ടിലേക്ക്, റൺവേയിലേക്ക് വിമാനം ഇറക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയമുണ്ട്. വളരെ അപകടം പിടിച്ച സമയമാണത്. അതിൻ്റെ കാരണം എന്താണ്? ഈ സമയത്ത് വിമാനത്തിൻ്റെ ബാലൻസ് തെറ്റിയാൽ മതി. ഒരുപക്ഷെ ഈ വിമാനത്തിൻ്റെ ഒരു വശത്തേക്ക് ഭാരം കൂടുകയാണെങ്കിൽ ഈ പൈലറ്റിന് കൺട്രോൾ പോകും. കൺട്രോൾ പോയാൽ വിമാനം നിലത്തേക്ക് വന്ന് വീണ് കത്തുകയായിരിക്കും ഫലം. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഈ സമയത്ത്, പൊങ്ങുന്ന സമയത്ത്, ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും സീറ്റിലിരിക്കണം, എല്ലാവരും സീറ്റ് ബെൽറ്റ് കെട്ടണം, ആരും എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല, ടോയ്ലറ്റിൽ പോലും പോകാൻ പാടില്ല. നമുക്കറിയാം അതെല്ലാം അപകടകരമാണ്. നമ്മൾ ചോദിക്കും, നമുക്ക് ടോയ്ലറ്റിൽ പോകണ്ടേ?
പോകണം, പക്ഷേ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കണം. എന്നിട്ട് പോയി ഈ സമയത്തല്ല. നിങ്ങൾക്കൊരാൾക്ക് ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് 100-400 പേരുടെ ജീവൻ അപകടത്തിലാക്കാൻ അവർ സമ്മതിക്കില്ല. അതാണ് ഇതിൻ്റെ കാര്യം. അല്ലെങ്കിൽ കൊച്ചു കരയുന്നുണ്ടാവും, അതിനെ എടുത്തുകൊണ്ട് നടക്കണമെന്ന് തോന്നും. ഇതൊക്കെ അപകടകരമാണ്. പക്ഷെ നമ്മൾ അവർ പറയുന്ന അനുസരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? അവരോട് ദേഷ്യപ്പെടുന്നത്, തട്ടിക്കയറുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എയർ ഹോസ്റ്റസ്മാർ ചിലപ്പോൾ മടുക്കും. അവർ പറഞ്ഞ് പ്ലീസ് ഇരിക്കുക, നിങ്ങൾ വിമാനം നിന്നിട്ട് എഴുന്നേൽക്കാവൂ. അതുപോലെ തന്നെ പലപ്പോഴും പറയും, നിങ്ങൾ ഈ വിമാനത്തിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ, കയ്യിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ വെക്കുന്ന സീറ്റിന് മുകളിലുള്ള പെട്ടികളുണ്ട്, റാക്സ്, അത് തുറക്കരുത് നിങ്ങൾ വിമാനം പൂർണ്ണമായിട്ട് നിൽക്കുന്നതിന് മുമ്പായിട്ട്. കാരണം എന്താണ്? ഒന്നനങ്ങിയാൽ അതിനകത്തുള്ള സാധനമെല്ലാം താഴേക്ക് വീണ് മറ്റുള്ളവരുടെ തലയിൽ വീണ് അപകടമുണ്ടാകും. പക്ഷേ പലരും എന്താ ചെയ്യുന്നത്? ഇറങ്ങിപ്പോകാനുള്ള തിരക്കിനിടയിൽ അതെല്ലാം പെട്ടെന്ന് വലിച്ച് ചാടിച്ച് സകലർക്കും അസൗകര്യമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഞാനീയിടെ ഓർക്കുന്നു, ഞാൻ ഒരു പ്ലെയിൻ യാത്ര, ചെറുത്, കേരളത്തിനുള്ളിൽ തന്നെയാണ്, ബസ്സിലാണ് ഈ പ്ലെയിനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനാണ് ആ ബസ്സിൽ നിന്ന് രണ്ടാമത് ഇറങ്ങിയത്. എന്ന് പറഞ്ഞാൽ കയറാൻ ക്യൂ നിൽക്കുമ്പോഴും ഞാൻ തന്നെ ആയിരിക്കും രണ്ടാമത് നിൽക്കേണ്ടത്. പക്ഷേ എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട് ഞാനാണ് ഏറ്റവും അവസാനം കയറിയത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടാണെന്ന്. എൻ്റെ മുമ്പിൽ എല്ലാവരും ഇടിച്ചു കയറി, ഞാൻ ഇടിച്ചു കയറാൻ നിന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? എനിക്ക് സീറ്റ് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. എന്നെ കൂടാതെ പ്ലെയിൻ പോവുകയുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഇടിച്ചു കയറുന്നത്? എനിക്കൊരുപാട് ലഗേജും ഇല്ല അത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അത്രയും നേരം കാത്തു നിന്ന് എല്ലാവരുടെയും പുറകിൽ എൻ്റെ സീറ്റ് ചെന്ന് മാനമര്യാദയായിട്ട് ഇരുന്നിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. എന്ന് തന്നെയല്ല, ഞാൻ കയറി പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് പറന്ന് പൊങ്ങിയത്. നമുക്കെന്തുകൊണ്ട് ഈ ലൈൻ പാലിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ദൈവികമായ വലിയ ചിന്തയുള്ളവരാണെന്നൊക്കെ പറയുമെങ്കിലും ദൈവികമായ ചിന്തയുണ്ടെങ്കിൽ ഇതെല്ലാം പ്രായോഗിക ജീവിതത്തിൽ വരും. അതുകൊണ്ടാണ് പറയുന്നത്, അച്ചടക്കം ജ്ഞാനത്തിലേക്ക് നയിക്കുകയും ജ്ഞാനം ദൈവത്തിങ്കിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന്. നമ്മൾ കേവലം പള്ളിയിൽ പോയി കുറേ സമയം പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിൻ്റെ ഫലം നമ്മുടെ പ്രവൃത്തിയിലേക്ക് വരണം. ഈ അച്ചടക്കം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അച്ചടക്കത്തോടു കൂടി നമ്മൾ ലൈനായിട്ട് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഒരു 100 പേര് ബസ്സിലോ പ്ലെയിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ തിയേറ്ററിലോ കയറാൻ കാത്തു നിൽക്കുമ്പോൾ ബഹളമുണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ അതിനെ പോലീസ് വരും, അല്ലെങ്കിൽ അതിൻ്റെ നിയമപാലകർ വന്ന് വഴക്കുണ്ടാക്കും, ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോയെന്ന് വരും. അത് മറ്റ് സംഘർഷങ്ങൾക്ക് കാരണമാകും. അതേസമയത്ത് എല്ലാവരും ശാന്തമായി നിന്ന് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല, എല്ലാവർക്കും സന്തോഷമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും. ഇത് നമ്മുടെ റോഡിലെ കാര്യം. ഇതുപോലെ അനേകം കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും ഈ അച്ചടക്കം പാലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പുരോഗതിയുടെ അടിസ്ഥാനം അതാണ്. വിദേശത്തേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ഇന്ത്യയിൽ ജോലി ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ദാരിദ്ര്യം എടുത്ത് നോക്കാം. ഇന്ത്യയിലെ ദാരിദ്ര്യം, ഈ ദാരിദ്ര്യം യഥാർത്ഥത്തിലുള്ള ദാരിദ്ര്യമാണോ? ഒരുപാട് പേരുടെ ദാരിദ്ര്യമല്ല. മദ്യപിക്കുന്നവരുടെ കാര്യം എടുത്ത് നോക്കുക. അവരുടെ ജീവിതത്തിൽ ഒരല്പം കൂടി അച്ചടക്കവും അതുപോലെ തന്നെ അല്പം ഒരു ആത്മസംയമനമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. മദ്യപാനി നമുക്കറിയാം, വചനം തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരിക്കലും അവൻ സമ്പന്നനാകില്ല. കാരണം എന്തുമാത്രം കിട്ടിയാലും അവനിങ്ങനെ കുടിച്ചു തീർക്കും, അല്ലെ കൂട്ടുകാർ കൂടി ആ പണം കൊണ്ട് അതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് തൂർത്തടിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ആണ് നമ്മളെ ഈ പാപ്പരത്വത്തിൽ നിലനിർത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ പാവപ്പെട്ടവർക്ക് 2 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ പണമില്ലാതെയും അരി കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. പക്ഷേ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന അരി അത് അവൻ തന്നെയാണോ, അല്ല ആ കുടുംബം തന്നെയാണോ അനുഭവിക്കുന്നത്? അല്ല എന്ന് എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. വെറുതെ കിട്ടുന്ന അരി എന്ത് ചെയ്യും? പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അതിലൊക്കെ വളരെ കൂടുതൽ കിട്ടുമായിരിക്കും വില. വളരെ വില കുറച്ച് ഏതെങ്കിലും ഒരു കടക്കാരന് കൊടുത്തിട്ട് ആ പണം കൊണ്ടുപോയി മദ്യപിച്ച് വീട്ടിൽ പോകുന്ന പലരെയും എനിക്കറിയാം. അപ്പോൾ അല്ലെങ്കിൽ 2 രൂപയ്ക്ക് കിട്ടുന്ന അരി 8, 10, 15 രൂപയ്ക്ക് മറിച്ച് വിറ്റിട്ട് അതുകൊണ്ട് മദ്യപിച്ച് ശേഷം 1 കിലോ അരിയും വാങ്ങി ഒരല്പം മത്തിയോ മുളകോ ഒക്കെ വാങ്ങിച്ച്
വീട്ടിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം. ഇത് അച്ചടക്കമില്ലായ്മയാണ്. ഈ അച്ചടക്കമില്ലാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? അവിടെ ദാരിദ്ര്യം വരുന്നു, ആ കുടുംബം നശിച്ചു പോകുന്നു. കുടുംബം അവർക്ക് സമ്പത്തിൽ നിന്ന് മാത്രമല്ല അവരുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നു. കുട്ടികളൊക്കെ വളരെ നിഷേധാത്മകമായ സ്വഭാവമുള്ള വ്യക്തികളായി മാറുന്നു. ചിലപ്പോഴെങ്കിലും സാമൂഹ്യ വിരുദ്ധരായിട്ട് അവർ തീർന്നെന്ന് വരാം. സമൂഹത്തിൽ അവർ അധകൃതരായിട്ട് കണക്കാക്കപ്പെടും, ആത്മാഭിമാനമില്ലാത്തവരായിത്തീരും. അച്ചടക്കമുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ അഴിമതിയും അതുപോലെ കൈക്കൂലിയുമൊക്കെ. ഇത് അച്ചടക്കമില്ലായ്മയാണ്. എന്തിനാണ് നമ്മൾ കൈക്കൂലി വാങ്ങിക്കുന്നത്? എനിക്ക് പണം വേണം ഒരുപാട്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, എൻ്റെ കയ്യിൽ ഒരുപാട് പണം വന്നു കഴിയുമ്പോൾ ഞാനതിനെ അനാവശ്യമായിട്ട് ചിലവാക്കും. എനിക്ക് അഴിമതിയിലൂടെ, കൈക്കൂലിയുടെ, കോഴയിലൂടെ ഒരുപാട് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ പോക്കറ്റിലിടാനേ പറ്റുകയുള്ളൂ, ബാങ്കിലിടാൻ പറ്റില്ല. കാരണം കണക്ക് സർക്കാർ ചോദിക്കും, എവിടെ നിന്ന് കിട്ടി. മാത്രമല്ല കിട്ടിയ തുകയ്ക്ക് സർക്കാരിന് നികുതിയും കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഈ പണം എൻ്റെ പോക്കറ്റിൽ കിടക്കുമ്പോൾ ഞാൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് ചെലവഴിക്കുകയും അത് ചിലപ്പോൾ സമൂഹത്തിൽ വലിയ അസ്വസ്ഥതയ്ക്കും വഴക്കിനുമൊക്കെ കാരണമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ പുണ്യമാണ്. അച്ചടക്കമില്ലായ്മ ആ ക്രൈസ്തവ പുണ്യത്തിൻ്റെ കുറവ് മാത്രമല്ല, ഈ മനുഷ്യകുലത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ വികസനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ വികസിച്ചത് അച്ചടക്കമുണ്ടായതുകൊണ്ടാണ്. അവർ ക്രമമായിട്ട് ജോലി ചെയ്തതുകൊണ്ടാണ്, അവർ കൃത്യനിഷ്ഠയോടെ ജോലിക്ക് വന്നതുകൊണ്ടാണ് അവർക്ക് പുരോഗതി ഉണ്ടായത്. ഇന്ന് നമ്മൾ ജോലി തേടി അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കൊക്കെ പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പം ഭരിക്കുന്നത് അവരായതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും. അതുകൊണ്ട് നമ്മളവിടെ പിടിച്ചു നിൽക്കും. അങ്ങനെയൊക്കെ ചെയ്യും, നമുക്ക് ആവശ്യത്തിന് കാശ് കിട്ടും, പിന്നെ ഇങ്ങോട്ട് പോരാനായിട്ട് തോന്നുകയുമില്ല. അവിടെ ഇരുന്ന് നമ്മുടെ രാജ്യത്തെ കുറ്റം പറയും. അതേസമയം തന്നെ നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ ഇവിടെയുള്ളവർ ഭരണത്തിൽ കയറി കഴിയുമ്പോൾ ഇവിടെയുള്ളവരുടെ സ്വഭാവം തന്നെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ അതുപോലുള്ള മറ്റെല്ലാ കാര്യങ്ങളും നന്നായി വരണമെങ്കിൽ അച്ചടക്കം കൂടിയേ കഴിയൂ. അച്ചടക്കമില്ലാത്ത ജീവിതം ക്രൈസ്തവ ജീവിതമല്ല. അച്ചടക്കത്തോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ ജ്ഞാനം നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും. അത് നമുക്ക് ദീർഘായുസ് നൽകുകയും ഈ ലോകത്തിൽ വികസനമുണ്ടാക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ പങ്ക് നമുക്കതിന് കൊടുക്കാം.